നമുക്ക് തുടങ്ങാം. അപ്പൊ പിന്നെ ഫസ്റ്റ് തന്നെ ഒരു പെപ്പി നമ്പർ ഹാപ്പി നമ്പർ കൊണ്ടുവരും. പെപ്പി നമ്പർ പാടായിരുന്നു അചൽ. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ലേ മിടുക്കി പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്ക പെണ്ണേ. പട പട പടക്കണ ഹാർട്ട് നീ പിണങ്ങിയാൽ ഉടനെ അറ്റാക്ക്. കത്തിക്കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ട് കറങ്ങുന്നു വാക്ക്. കരിമ്പിന്റെ രസഗുള നീ തന്നെ സുഖത്തിന്റെ സരിഗമ നീ തന്നെ. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണും അടിച്ചെന്നെ കുളിപ്പിച്ച് വലിക്കല്ലേ മിടുക്കിപ്പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്കപ്പെണ്ണേ. പേര് കേട്ട തറവാടി പോക്കിരിക്കുതെമ്മാടി. പേര് കേട്ട തറവാടി പോക്കിരിക്കുതെമ്മാടി. മണ്ണിലെ സത്യമേ സോമകന്യകേ സടകുടഞ്ഞ വില്ലാളി ചോരയുള്ള പോരാളി. ഇന്ദ്രനും ചന്ദ്രനും ബന്ധുവാണു നീ. ചന്തമോടെ എന്നും നീയോ എൻ്റെ തന്നെ സുന്ദരി. അന്തിവെട്ടമാറും നേരം സ്വന്തം നീയേ കൺമണി. ചട ചട തുളുമ്പടി കരളിന്റെ കൂട്ടത്തിൽ അണിയായി ഉടനെ നിറയാൻ വരണേ. മറി മറി എനിക്കില്ല പതുക്കെന്റെ മതി മതി നുര വളരും തിരുമധുരം നുകരാൻ. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കൊടുക്കിട്ട് വലിക്കല്ലേ മിടുക്കിപ്പെണ്ണെ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്കപ്പെണ്ണേ. छन 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 बोले सुन 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 आयल पीछे खाड़ी तो बोले गाओ ना नाचो ना. आयल पीछे खाड़ी तो बोले गाओ ना नाचो ना गाओ ना नाचो ना. आके मेरे पास ना 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 ना. തൊട്ടടുത്ത് വന്നിടാം പൊട്ടുകുത്തി നിന്നിടാം. പൂങ്കവിൾ തന്നിലായി ജന്മപുണ്യമേ. മതിമറന്നൊരാവേശം നീ പതിഞ്ഞൊരീ നേരം. വീരമായി മാറണേ സ്നേഹതീർത്ഥമേ. ചുംബനങ്ങൾ ഓരോ നീ സമ്മാനം പോൽ വാങ്ങണേ. ചുട്ടുപൊള്ളും ഉള്ളിൽ നീയോരൊക്കം രൊക്കം ചേരണേ. അടിമുടി കസറിയ കനവിന് ചിറകടി കൊതിയൊന്നിളകി സുഖമോ ചിതറി. കലയുടെ കൊടുമുടി കയറിയ മനസ്സിന് കഥകളിയും പടയണിയും തിറയും. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കൊടുക്കിട്ട് വലിക്കല്ലേ മിടുക്കിപ്പെണ്ണെ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്കപ്പെണ്ണേ. പട പട പടക്കണ ഹാർട്ട് നീ പിണങ്ങിയാൽ ഉടനെ അറ്റാക്ക്. കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ട് കറങ്ങുന്നു വാക്ക്. കരിമ്പിന്റെ രസഗുള നീ തന്നെ സുഖത്തിന്റെ സരിഗമ നീ തന്നെ. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ലേ മിടുക്കിപ്പെണ്ണെ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്കപ്പെണ്ണെ കുടുക്കപ്പെണ്ണെ കുടുക്കപ്പെണ്ണെ.
അത് കലക്കി. അജലേ ഹലോ, തകർത്തു. താങ്ക് യു. നീ ഇങ്ങോട്ട് ജീവിക്കായിരുന്നല്ലോ, അഭിനയിക്കാണെന്ന് ഞങ്ങക്ക് തോന്നിയില്ല. അഭിനയിച്ചതാ, ശരിക്കും അഭിനയിച്ചതാ. ആണോ ഷാനിക്ക? എനിക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നിയില്ല. അത് സത്യം പറയടാ, കറക്റ്റ് എത്ര അടിച്ചിട്ടാ വന്നത്? ചെറുതായിട്ട് എടുത്ത് പഠിച്ചതേ ഉള്ളൂ. അതിന്റെ ഇടയിൽ വേറൊരുത്തിനെ കൂട്ടുപിടിച്ചതാണ്. അതെ, അവനൊടുക്ക തടിയോടെ അവനാണെങ്കിൽ 2 സിപ്പ് അടിച്ചു. തീർന്നു. Gone. നല്ല ബെസ്റ്റ് കൂട്ട്. അടിപൊളിയായിരുന്നു. ചോദിക്കാം ഷാനിക്ക. അജലേ, സാർ നല്ലതായിരുന്നു. താങ്ക് യു സാർ. കുറച്ചുകൂടെ പവർ വേണമായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ ഈ ഒരു സോങ്ങിന് വേണ്ട ഒരു സ്വാഗ് ഉണ്ട്. ആ ഒരു സ്വാഗ് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ളൊരു പാട്ട് ആക്ച്വലി പിച്ചിൽ പാടിയാലും പ്രശ്നമാണ്. ഇത് കുറച്ച് പിച്ച് ഔട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ വേണം, എന്നാൽ ആണ് അതിൻ്റെ ഒരു രസം ഉണ്ടാവണേ. പക്ഷെ അത് രസമായിരുന്നു. മാത്രമല്ല, അടിച്ച സാധനത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കും. പെട്ടെന്ന് സംഭവിക്കും. രസമായിരുന്നു അജലെ. നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഡാൻസ് ഒക്കെ എന്തായിരുന്നു, അതെ, കലക്കി. മൊത്തത്തിൽ ആ ഒരു ആക്ട് വർക്കായി എന്നുള്ളതാണ്. ആ ഹോൾ ആക്ട്. ഈവൻ ഫായിസ് വന്ന് ജോയിൻ ചെയ്തതും പിന്നെ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ ഫായിസ് ഉണ്ട്, ഒരു മഞ്ഞ തട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ ഫായിസ് വരുന്നു. അത് ആ ഒരു മൊത്തം സംഭവം അടിപൊളിയായിരുന്നു. അവരും അവിടെ കോൺഷ്യസ് ആവാതിരുന്നു അഭിനയിച്ചു ഫുള്ള്. അതെ, ഫുൾ ആക്ട് നന്നായിട്ട്. ഫായിസും എല്ലാവർക്കും ഇതൊക്കെ നല്ല ശീലമുള്ളത് പോലെയാണ് അവർ അഭിനയിച്ചത്. അതെ, ഞങ്ങളോട് പറയായിരുന്നു. അതെ അജലെ, ഇതാണ് ആ ഒരു പെപ്പി നമ്പറിന് വേണ്ട ഒരു ആക്ടും പരിപാടികളും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ശരത് സർ. അജലേ, സാർ അജൽ എന്നൊരു പേരിട്ടിട്ട് നീ വെള്ളത്തിൽ കിടക്കുകയാണല്ലോടാ ചെറുക്ക. അങ്ങനൊന്നുമില്ല സാർ. ഇത് എന്താണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് പറഞ്ഞോ? ഇല്ല. ഇത് ഹലോ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ഇത് അലക്സ് പോൾ സാറാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. വയലാർ ശരത്ചന്ദ്ര വർമ്മ സാറാണ് എഴുതിയേക്കുന്നത്. ഇത് പാടിയേക്കുന്നത് എം ജി ശ്രീകുമാർ സാറും സംഗീത പ്രഭു എന്ന മാമുമാണ്. ഓക്കെ, ഗുഡ്. നല്ലൊരു എന്താ പറയണ്ട, ഒരു ഗുമ്മുള്ള പാട്ടാണ്. നല്ല, അത് എം ജി അണ്ണൻ അസാധ്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. അത് പറയേണ്ട കാര്യമില്ല, ഒരു നിവൃത്തിയില്ല. അത് കട്ട് അങ്ങനെ തന്നെ പറഞ്ഞ് പാടിയിട്ടുണ്ട്. നീ തുടങ്ങിയപ്പോൾ എനിക്ക് നിൻ്റെ ആ ഒരു ലയം എനിക്ക് അത്ര ബോധിച്ചിട്ടില്ല. അല്ല, പിന്നെ ഈ ലിറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതോ ചെറിയ തോതിൽ എന്തോ വ്യത്യാസം പറ്റിപ്പോട്ടെ, അതൊന്നും ഒരു ഇഷ്യൂ അല്ലടാ. മറ്റേതെല്ലാം എന്താ പറയണ്ടേ, ഈ ഒരു പാട്ട് തരേണ്ട ഓളം നീ പാടുമ്പം കിട്ടിയിട്ടുണ്ട്. അത് മതി. പിന്നെ നല്ല രസമായിട്ട് പെർഫോം ചെയ്തു, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ ആ ബാൻഡുള്ള ചെക്കനും വന്ന് കലക്കി, അവന് ഉഴുതു മുറിച്ചു. അല്ല, നീ ഇങ്ങനെ എന്താ പറയണ്ട, സ്ത്രീകളൊക്കെ വന്നാൽ നീ അങ്ങ് അതിലെ വീഴുവോ? അല്ല, പിന്നെ നീ എന്തിനാ അതിനെ കുടിക്കാനിരുത്തി അവിടെ കൊണ്ട്? ഗോവിന്ദന്റെ മുഖം സന്തോഷം ട്രാക്ക് മാറ്റി പിടിച്ചപ്പോഴേക്കും. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു, എനിക്ക് കുറെ എൻജോയ് ചെയ്തു. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ചേച്ചി. അജൽ മാം. ഹലോ. ഹലോ. എന്താണ് അജൽ അല്ലേ ഇത് എഴുതിയത്? ഞാൻ എഴുതിയ. എനിക്ക് സത്യത്തിൽ ഇതെന്താ മനസ്സിലായില്ല. ഏതാ? അലക്സ് പോൾ, വയലാർ ശരത് ചന്ദ്ര വർമ്മ, എം ജി ശ്രീകുമാർ സംഗീതം ചെയ്തു. ഹലോ. അങ്ങനെ എഴുതിയ? ഹലോ പടത്തിന്റെ ഹലോ അങ്ങനെ എഴുതിയത്. ഓക്കെ, എന്താണത്? വായിക്കാനും നല്ല രസമുണ്ട്. എം ജി ശ്രീകുമാർ സംഗീതം ചെയ്തു. ഹലോ. പക്ഷേ അല്ല, ഷാൻ അങ്ങനെയാണ് വായിച്ചത്. സംഗീത പ്രഭു എന്നാണ് അവൻ എഴുതിയത്. അതാണ് എം ജി ശ്രീകുമാർ സംഗീത പ്രഭു. ഒന്ന് ഇത് എന്താന്ന് എഴുതണ്ടേ? ഞാൻ വിചാരിച്ചു ഇത് എന്താ ക്യാരക്ടർ ആയതാണോ, അവസാനം മറ്റേ അവിടെ ഇരുന്ന് എഴുതിയതാണോ എന്നുള്ള ഒരു സംശയത്തിലെത്തി. മൊത്തത്തില് ഭയങ്കര കൊറിയോഗ്രഫി, ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു മാം. സൂപ്പറായിട്ട്. കാരണം എം ജി ശ്രീകുമാർ സാറിന്റെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര എനർജിയാണ്. അദ്ദേഹം ഏത് പാട്ട് പാടുമ്പോഴും, സ്റ്റേജ് പാടുമ്പോഴാണെങ്കിൽ പോലും ആ എനർജി ലെവലുണ്ട്. അപ്പം മോനെ അതിനോട് എത്താൻ ശ്രമിച്ചു എന്ന് പറയാം. ബട്ട് അജലിന് എനിക്ക് തോന്നുന്നു ഇതിന് മുന്നത്തെ പെർഫോമൻസിൽ ഞാൻ പറഞ്ഞിരുന്നു കുറച്ചുകൂടി ഒരു പവർ, കുറച്ചുകൂടെ പവർ ആവാം. ബ്യൂട്ടിഫുൾ സോങ് ആണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമ കൂടിയാണ്. കാരണം ഒന്നാമത് അലക്സ് പോൾ സാറിൻ്റെ സംഗീതമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് ഒരുപാട് പാട്ടുകൾ അദ്ദേഹം തന്നിട്ടുണ്ട് പാടാൻ. സോ ഐ വാസ് റിയലി ലക്കി. അത് മാത്രമല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാട്ട് എഴുതുന്നത്. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഒരു ഭജനുണ്ട്.
അത് ഇങ്ങനെ എഴുതാനുള്ളൊരു അവസരം ഉണ്ടായി. അങ്ങനെ എഴുതി പാടി. അതേപോലെ ഈ പടത്തിൽ വേറൊരു മഴവില്ലിൻ അങ്ങനെ ഒരു പാട്ടും കൂടി. അപ്പം അലക്സ് സാറിന് ഈ ഒരു അവസരത്തിൽ ഒരുപാട് നന്ദി. അപ്പം സാറിൻ്റെ ഈ ഒരു പാട്ട് കൊണ്ടുവന്നത് കൊണ്ടും അത് ഇവിടെ അടിച്ച് പൊളിച്ച് പാടിയതിനും വലിയ കൈഡി. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ അജൽ, മാർക്സ് ചോദിക്കാം. ശരത് സർ, എന്തോ എത്രയാണ് അജലിന്റെ മാർക്ക്? ഇവനോ മാർക്കോ? എനിക്കിഷ്ടം. എനിക്ക് ഒന്നാമത് വെള്ളം അടിക്കുന്നവരെ വലിയ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കിഷ്ടമല്ല. എനിക്ക് വെള്ളവിടിയെ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് നിനക്ക് മാർക്കില്ല, ഒരു തേങ്ങാക്കൊലയില്ല. പെട്ടിയാണോ? ഡ്രസ്സാണോ? ഡ്രസ് ഷർട്ടാണ്. ഷർട്ട്. ഹായ്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷർട്ട് വാങ്ങാനുള്ളൊരു? അല്ല, ഇവൻ ഒരുമാതിരി വൃത്തികെട്ട വേഷത്തിൽ ഇവിടെ നടക്കുന്ന കെട്ടി. അപ്പോഴേ അവനെ വിളിച്ചു. ഒന്നാമത് അവന്റെ ഷർട്ടിനകത്ത് എനിക്കും കൂടെ കയറാൻ പാകത്തിനകത്തായിരുന്നു. ഇപ്പൊ ഇട്ടേക്കണോ? അതുപോലെ അത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞിട്ട് 2 ഉടുപ്പ് നിന്റെ സൈസിന് ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അത് വാക്ക്, നമ്മുടെ ഒരു വാക്കിന് വില വേണം. ഇവിടെ ഞാനത് മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ അതെ ഇട്ടോണ്ട് വാ. താങ്ക് യു സർ. അജലേ സാർ 8.8. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക 8.7. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ചേച്ചി, ഗാനക്കുടത്തിലേക്ക് അജലിന്റെ മാർക്സ് ഞാൻ എന്താ കൈമാറി. ഓക്കെ, സോ ടോട്ടൽ 17.5. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ട്രിബ്യൂട്ട് മാസ്റ്റേഴ്സ് റൗണ്ടിൽ പാടാൻ വരുന്നു അനഘ. ആളിമാരൊത്തുകൂടി ആമ്പൽപ്പൂ കടവിങ്കൽ ആയില്യ പൂനിലാവിൽ കുളിക്കാൻ പോയി. പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. പൂക്കുന്ന കരയിലപ്പോൾ നിന്ന മലവീട് ചെറുക്കന്റെ മനം തുടിച്ചു.
കുറിയാലെ ആരുവീൻ ചെമ്പൊന്നിൻ പൊടി കലങ്ങി പുലയനാർ മണിയം പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ ആളിമാരൊത്തുകൂടി ആമ്പൽപ്പൂ കടവിങ്ക ആയില്യ പൂനിലാവിൽ കുളിക്കാൻ പോയി പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. നൈസ്. അനഘ, കഴിഞ്ഞ ഷെഡ്യൂളില് പറ്റിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും നമ്മൾ എലിമിനേഷൻ പോലെ വെച്ചു, ഡേഞ്ചർ സോണിൽ വന്നു. ഇപ്പൊ ഇത്തവണ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുത്തത് ഈ ഷെഡ്യൂളിൽ? ഇത്തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണം. മെയിനായിട്ട് കോൺഫിഡൻസോടുകൂടെ പാടണം എന്ന് തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ടെൻഷൻ അടിച്ചിട്ട് ആകെ പ്രശ്നമായിരുന്നു. അപ്പം ടെൻഷൻ ഇല്ലാതെ പാടാൻ പറ്റണം എന്നുള്ളതായിരുന്നു മെയിനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ടെൻഷൻ. കുറഞ്ഞു, നന്നായി. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചേച്ചി. മോളൂസേ, നന്നായിരുന്നു. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ആദ്യം നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന്. പ്രസാദം ആണ് മൂവി. വി ദക്ഷിണാമൂർത്തി സ്വാമിയാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. പി ഭാസ്കരൻ മാഷ് വരികൾ എഴുതി. ജാനകി അമ്മ പാടിയ വെർഷനാണ് ഞാൻ പാടിയത്. ദാസാറും കൂടെ പാടിയിട്ടുണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ. നല്ല നല്ല രസമുണ്ട് കാണാൻ. ആദ്യം തന്നെ അത് പറയട്ടെ. താങ്ക് യു. എനിക്ക് ഒന്നാമത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്, ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. ഇത് മോളുടെ വോയിസ് നല്ല രസമുണ്ടായിരുന്നു ഈ പാട്ടിനകത്ത്. നല്ല സുഖമായിട്ടുണ്ടായിരുന്നു കേൾക്കാൻ, നല്ല രസമുണ്ട്. ഹൈ പോർഷൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് നല്ല ഈസി ആയിട്ട് അങ്ങ് പാടിപ്പോയി. ചെറിയ സ്റ്റാർട്ടിങ് മാത്രം ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. നമ്മുടെ ആലാപ്പ് ഒന്നും കൂടെ സ്റ്റഡി ആവായിരുന്നു. അവിടെ എനിക്ക് തോന്നിയത് മോളുടെ ശ്വാസം ഒരു പ്രശ്നം തോന്നി. അതേപോലെ ഫിനിഷിങ് പാട്ട് എൻ്റെ എന്നിടത്തും ശ്വാസം ഒരു വില്ലനായി വീണ്ടും മുന്നിൽ വന്നു നിന്നു. കഴിഞ്ഞതിനേക്കാളും ഒക്കെ ഒരുപാട് നന്നായിട്ടുണ്ട്. കാരണം ശ്രുതി കഴിഞ്ഞ പ്രാവശ്യം കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു മോളുടെ അടുത്ത്. ബട്ട് ദിസ് ടൈം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളില്ല. ഇപ്പൊ കോൺഫിഡൻസ് കൂടി എന്നൊക്കെ പറഞ്ഞു, സത്യമാണത്. അത് മുഖത്തും ഉണ്ട്, ആ ഒരു ബോഡി ലാംഗ്വേജിലും നമുക്ക് മനസ്സിലാവും ആള് ടെൻഷൻ ഇല്ല. അത് മോളെ ആ പല്ലവിയുടെ വെരി എൻഡ് അതൊന്ന് പാടോ, ഫസ്റ്റ് പല്ലവിയുടെ. ഇത് നേരത്തെ ശ്വാസം തീർന്നുപോയി. അതാണ് അവിടെ ഒരു പ്രശ്നം അല്ലേ? അത് മാനേജ് ചെയ്യണം. എങ്ങനെയാണ് ശ്വാസം, എവിടെയൊക്കെയാണ് ഒരു ലൈനിൽ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾക്ക് ശ്വാസം, എല്ലാരും ഒരുപോലെ ആവണമെന്നില്ല. അത് വേർഡ് കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാ ആദ്യം പാടിയപ്പോ ഒറ്റ ബ്രത്തിലാ പാടിയത്. പിന്നെ ലാസ്റ്റ് പല്ലവി പാടിയപ്പം ആയില്യ കഴിഞ്ഞിട്ട് പൂനിലാവിൽ കട്ട് ചെയ്തിട്ടാ പാടിയത്. അപ്പം കുറച്ചും കൂടെ എളുപ്പമായി. എനിക്ക് അത് മാത്രം ഇതിലൊരു ചെറിയ ശ്വാസത്തിന്റെ പ്രശ്നങ്ങളാണ് കൂടുതലും ആ ഒരു തടസ്സമായിട്ട് നിന്നത്. അതുകൊണ്ടാണ് പല ഭാഗങ്ങളും ഒരു ചേരായികയോ അല്ലെങ്കിൽ ഫിനിഷിങ്ങോ വരാഞ്ഞത്. അപ്പൊ അതിലൊന്ന് വർക്ക് ചെയ്യൂ. ഓക്കെ, അതർവൈസ് വെരി ഗുഡ്. താങ്ക് യു ചേച്ചി. ശരത് സർ, നന്നായിട്ട് പാടി. താങ്ക് യു സർ. എന്നാ നല്ല രസമുള്ള പാട്ട്. ഈ ദാസാന്റെ വേർഷൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ആ തുടക്കത്തിൽ ഒരു ചളങ്ങിയാണ് നമ്മൾ തുടങ്ങിയത്. നമുക്ക് ആ ചളക്കം ഒന്ന് മാറ്റിയാലോ? അല്ലെ, എനിക്കൊന്നും ഉറക്കം വരത്തില്ല. അമ്മ മതി. ഞാൻ അടുത്തത്. ശ്വാസം കുറച്ചുകൂടെ എടുക്കുക. ഒരു ആദ്യം ഒന്ന് റിലാക്സ് പഠിക്കോ. ഓക്കെ, കുഴപ്പമില്ല, ഗുഡ്. പിന്നെ എനിക്കുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചരണങ്ങളിൽ ഈ തുടക്കത്തിൽ ലയത്തിനൊരു പ്രോബ്ലം വരുന്നത് എന്താണ്? വാട്ട്സ് ദ പ്രോബ്ലം? എന്നുള്ള സ്ഥലത്ത് എന്താണ് അവിടെ ഈ ലീഡും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു മണമണാലിറ്റി? അത് പ്രാക്ടീസ് ചെയ്തപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമുണ്ടായിരുന്നു 2 തവണയും. നമുക്ക് അതൊക്കെ ശരിയാക്കിയാലോ? അരളികൾ പൂക്കുന്ന കരയില
അടുത്തത് കിളിനീരാട്ടിന് കളിച്ചിറങ്ങി അവൾ താളത്തിൽ പാട്ടുപാടി തുടിച്ചിറങ്ങി. നൈസ് 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 മതി. ഗുഡ്, വെരി ഗുഡ്. ഗുഡ്. അത്രേ ഉള്ളൂ. എനിക്ക് കുറേ ഇഷ്ടമായി കേട്ടോ പാടിയത്. ധൈര്യത്തോടെ നിൽക്കുക. ആ നമുക്കൊരു ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാം പറ്റും കേട്ടോ. All the best. താങ്ക് യു സർ. ഷാനിക്ക. അനഘ സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഓഫ് കോഴ്സ് എനിക്ക് ഞാൻ ആകെ എഴുതിയത് മെയിനായിട്ട് ആ ഫസ്റ്റ് ആ സ്റ്റഡി ഹമ്മിങ്. ആ ഹമ്മിങ് കുറച്ചുകൂടി ഒന്ന് സ്റ്റഡി ആവണമായിരുന്നു. അതിനൊരു ഇൻകംപ്ലീറ്റ് ഫീൽ പോലെ എനിക്ക് തോന്നി. ബാക്കി അതർവൈസ് പിന്നെ ഒരു കിതപ്പും ഒരു ടയർഡ്നെസ്, കുറേ ബ്രത്ത് എടുക്കുക അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അനഘ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. അനഘ താങ്ക് യു സർ. ഫസ്റ്റ് പാടിയ അനഘയും ഇപ്പം പാടിക്കൊണ്ടിരിക്കുന്ന അനഘയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതൊരു ഗ്രാജുവൽ ആണെങ്കിലും അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. താങ്ക് യു സർ. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ശരത്തേട്ടനും മഞ്ജരിയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ. ബാക്കി ബ്രത്ത് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ സ്റ്റേജിൽ വന്നിട്ട് ഇപ്പോൾ അനക്ക് റിലാക്സ് ചെയ്തിട്ടാണ് ഈ പാട്ട് പാടുന്നതെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ റിസൾട്ട് മൊത്തം മാറിയേനെ. എന്തോ ഒരു ടെൻഷനോ കാര്യമോ എന്തോ എവിടെയോ കിടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര ടെൻഷൻ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം അകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. നന്നായിട്ട് തന്നെ പാടിയിടി. അതുകൊണ്ട് കീപ്പ് അപ്പ് ദിസ്. ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇതുപോലെ തന്നെ അങ്ങ് പോട്ടെ കേട്ടോ. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. 8.9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. മോളെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് 8.9 ആയിരുന്നു. പക്ഷേ ഈ ഒരു ഇമ്പ്രൂവ്മെന്റിന് ഒരു 0.1 കൂടെ ഞാൻ കൂടുതൽ തരുന്നു. താങ്ക് യു ഷാനിക്ക. ചേച്ചി. മോളൂസേ, മാർക്ക് ദ ഗാനക്കുടത്തിലേക്ക്. താങ്ക് യു. സോ ടോട്ടൽ 17.9. സൂപ്പർ. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജഡ്ജസ്, യെസ് പാറു. ഇപ്പോ ഷെഡ്യൂള് നമ്മൾ തുടങ്ങിയില്ലേ? പക്ഷേ ഇതുവരെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. എന്താ അത്? നല്ലൊരു ആങ്കർ. ഇതിനുള്ള ഉത്തരം ഞാൻ ഇപ്പൊ തരണോ അതോ ഞാൻ മെസ്സേജ് അയച്ചാ പോരെ? ആ വീഡിയോ അപ്പൊ അത് നമുക്ക് മാറ്റി. സൂപ്പർ ഗെയിംസ് വേണ്ടേ? പുതിയ ക്യാപ്റ്റൻസ് വന്നു, പുതിയ സൂപ്പർ ഗെയിംസ് വേണ്ടേ? ഓക്കെ, അപ്പോ ഗെയിമിന് മുന്നേ നമ്മുടെ 2 ക്യാപ്റ്റൻസിനെ നമുക്ക് വെൽക്കം ചെയ്യാം. വിളിക്കൂ. പുതിയ 2 ക്യാപ്റ്റൻസ്, രാഹുൽ ആൻഡ് ഗൗരി. അപ്പൊ നമുക്ക് സൂപ്പർ ഗെയിമിലേക്ക് പോവാം. അഗൈൻ നമ്മളൊരു മ്യൂസിക്കൽ ഗെയിമിലേക്കാണ് പോവാൻ പോകുന്നത്. നമ്മുടെ പുതിയ 2 ക്യാപ്റ്റൻസ് എത്തിയിരിക്കുകയാണ്, രാഹുൽ ആൻഡ് ഗൗരി. അപ്പോ ആദ്യം ഞാൻ ഗെയിം എന്താണെന്ന് പറയാം. നമ്മളിവിടെ ഒരു പാട്ടിന്റെ വിഷ്വൽ പ്ലേ ചെയ്യും. ഓക്കെ, പക്ഷേ വിഷ്വൽ അതായിരിക്കും, നമ്മൾ പ്ലേ ചെയ്യുന്നത് വേറൊരു പാട്ടിന്റെ ട്രാക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ വിഷ്വല് കണ്ടിട്ട് ഏതാണ് ശരിക്കുള്ള പാട്ടെന്ന് കണ്ടുപിടിക്കണം. ഇനി ക്യാപ്റ്റൻസിന് ഒരാളെ വിളിക്കാം, നിങ്ങളുടെ ടീമിൽ നിന്ന് ഓരോരുത്തരെ വിളിക്കാം. ഹെൽപ്പിന് വേണ്ടി ആരാണ് രാഹുൽ വിളിക്കാൻ പോകുന്നത്? ഹെൽപ്പിന് അജൽ. അജൽ. ഓക്കെ ഓക്കെ. ഇനി സൂപ്പർ ഗേൾസ് ടീമിൽ നിന്നും ആരാണ് ഗൗരിയെ വിളിക്കുന്നത്? സൂപ്പർ ഗേൾസിൽ നിന്നും കീർത്തി വിളിക്കട്ടെ. ഓക്കെ, കീർത്തി വരൂ. ഇനി വേറൊരു കാര്യം, ഇവിടെ കൈവക്കൽ അടി നടക്കുന്നുണ്ട്. ഇവിടെ ആരുടെ ഹെൽപ്പ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ അത് ആരാണ് ഫസ്റ്റ് എന്നുള്ളത് നമ്മൾ എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കും? നമുക്കൊന്ന് ഡിസൈഡ്. ബഹളം ഉണ്ടാക്കരുത്, കൈ പൊക്കുക. അവരെ അടുത്ത് പറയാൻ പറയും. ഈ 4 പേരിൽ ആരാണോ ഫസ്റ്റ് കൈ വെക്കുന്നത് അവർക്ക് ചാൻസ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് നോക്കണം, എനിക്കത് കാണാൻ പറ്റില്ല. ഓക്കെ, റെഡി. നല്ല ആൾക്കാരോടാ പറയുന്നത്. ഇനി ഇവൻ ചോദിച്ചു മൈനസ് ഉണ്ടോ? പാറു, ഞാനൊരു കാര്യം പറയാം. ഇത് ഈ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബയസ് നടക്കും. കാരണം ആൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ കുറച്ച് പേര് ഇവിടെ ടീമായിട്ട് കൂടിയിരിക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ഒരു പക്ഷേ ആ പെൺകുട്ടികളെ അല്ല ഒരു പക്ഷേ പെൺകുട്ടികൾ അപ്പൊ ഒരു വയസ്സല്ലാത്ത ആരെങ്കിലും ഒരാളെ കൊണ്ട് അത് പറയുന്നത് ഒരു സ്ത്രീയായി കണക്കാക്കിയ ഒരിക്കലുമില്ല. ശാരദ.
ഓക്കെ, അപ്പൊ ശാരദ നമുക്ക് തുടങ്ങാം. ഓക്കെ, വിഷ്വല് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ്സ് മാത്രമേ ടൈം ഉള്ളൂ. അതിനുള്ളിൽ പറയണം. ഓക്കെ, പറഞ്ഞില്ലെങ്കിൽ ഇപ്പുറത്തേക്ക് പോവും. അങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് ആദ്യം ആരാണ് കൈ പൊക്കുന്നവർ പറയും, ഇവർക്ക് കിട്ടില്ലെങ്കിൽ ഇവർക്ക് പോവും. ഇതും കിട്ടില്ല നമ്മൾ ജഡ്ജസിന് കൊടുക്കുന്നു. ജഡ്ജസ് അങ്ങ് ഇറങ്ങിപ്പോവും. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ കൈ പൊക്കണ ആരാ നിങ്ങൾ നോക്കണേ. റെഡി. മൈനസ് ഉണ്ടോന്ന് അജല് ചോദിച്ചു. മൈനസ് ഉണ്ട്. മണ്ടത്തരം പറയരുത്. ഇവിടെയുള്ള എല്ലാ ഗെയിമിനും മൈനസ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് സോങ്. അജൽ അജൽ അജൽ. ഓക്കെ ഓക്കെ, തൂമഞ്ഞിൻ നെഞ്ചിലൊരു വെരി ഗുഡ്. അജലെ, നിനക്ക് ഞാൻ ഒരു ഉടുപ്പും കൂടെ വാങ്ങിച്ചു തരൂടാ. അപ്പൊ അവൻ ഓരോ ഉത്തരത്തിന് ഓരോ ഉടുപ്പ് കിട്ടോ സാറേ. ഓക്കെ, അപ്പൊ ബോയ്സ് ടീമിന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. നോക്കിക്കോളൂ, സെക്കൻഡ് സോങ്. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മനസ്സിൻ മടിയിലെ മാന്തളിരിൽ പിൻഗാമിയാണ്. മയങ്ങും മണിക്കുരുന്നേ മയങ്ങും നല്ല പാട്ട്, സീറ്റ് വെച്ച പാട്ട്. കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നോക്കരുത്. പാറു പാറു നല്ല സോങ്സ്. മടിയിലെ മാന്തളിരിൽ ഇത് ഓക്കെ. ഇപ്പൊ മയങ്ങൂ മണിക്കുരുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. ഓക്കെ ഓക്കെ, 20 സെക്കൻഡ് സമയമുണ്ട്. ഷണിക്ക ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, 1 2 3 3 സ്റ്റാർട്ട്. സ്റ്റാർട്ട്. അങ്ങോട്ടാരും നോക്കണ്ട, നിങ്ങക്ക് ഡിസ്കസ് ചെയ്യാം. വേഗം ആവട്ടെ, എന്താ ഇങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. വേഗാവട്ടെ വേഗാവട്ടെ. 10 സെക്കൻഡ്. ആ അതെ, 10 സെക്കൻഡായി. 10 സെക്കൻഡായി. ലാലേട്ടൻ ലാലേട്ടൻ ആലോചിക്കേ. 15 ലാലേട്ടൻ ആ സെക്കൻഡ്. മരത്തിന്റെ അടിയിൽ നിന്ന് നോക്കുന്നു മേളിലേക്ക്. പടം മനസ്സിലായി, പാട്ട് വരുന്നില്ല. അതെ 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 അതെ. കറക്റ്റ് 22 സെക്കൻഡ്. വെണ്ണിലാവോ ചന്ദനമോ നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം. എങ്ങനെ കിട്ടി പെട്ടെന്ന്? ആ ഒരു സീന് അമൃത ചാനല് എന്താണ് ഇപ്പൊ ഈ അടുത്തെങ്ങാനും ഒരു ദിവസം ഈ പടം വെച്ചിട്ടുണ്ടെന്ന് തോന്നണു. അപ്പൊ എനിക്ക് പരസ്യം കണ്ടത് ഒരു ഓർമ്മയുണ്ടോ ഉള്ളത്. ഓക്കെ, പക്ഷെ ലാസ്റ്റ് മിനിറ്റിലാണ് വെരി ഗുഡ്. മാനം കാത്തു. അപ്പൊ 1-1. ഓക്കെ, 1-1. ഓക്കെ, 20 സെക്കൻഡ്സ്. ആ, അങ്ങോട്ട് നോക്കാൻ പാടില്ല ഗൗരി. അങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ ജഡ്ജസിനെ മാത്രം നോക്കൂ. ഓക്കെ, നേരെ മാത്രം നോക്കിക്കോ. 10 സെക്കൻഡ്. വേഗാവട്ടെ, ഒന്നും ഓർമ്മയില്ലേ? വേഗം ആലോചിക്കേ. ചിലപ്പോ ഒരു 10 സെക്കൻഡ് കൂടെ എക്സ്ട്രാ ഒരു ക്യാരക്ടറൊക്കെ ആലോചിച്ച് നോക്ക് പെട്ടെന്ന്. കീർത്തി ഏതെങ്കിലും 20 സെക്കൻഡ് കഴിഞ്ഞു. ഒരു 10 സെക്കൻഡ് കൂടി തരാം. ആ വേഗം. അജലേ ഷർട്ട്. 26 27 28 എന്താ 29 ഓക്കെ ഓക്കെ. 30. കീർത്തി മൈനസ് പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇല്ല അറിയില്ല. കൈപൊക്കിയില്ലേ? ആ കൈപൊക്കി പറയണം. ഇല്ല, ഒരു കൈവക്കിയൊന്നുമില്ല. പോടാ. കൈപൊക്കി ഇല്ല. പൊക്കിയില്ലേ? ഒരു മാഷോണ പറഞ്ഞ പോടാന്ന്. ഇമേജ് പോയി കളഞ്ഞു. സാർ രണ്ടുപേരും പറഞ്ഞില്ല. ഇല്ലല്ലേ, ടൈം കഴിഞ്ഞു. പോടാ. ഓക്കെ, അപ്പൊ പ്ലേ ചെയ്തോ. ചെയ്യാലോ, മാർക്ക് വേണ്ട. ആൻസർ പ്ലേ ചെയ്യൂ. 20 സെക്കൻഡ്സ് നമ്മൾ ടൈം പറഞ്ഞു. അത് രണ്ടിലും ഇവർ പറഞ്ഞില്ല. 20 സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ കൂടുതൽ 30 സെക്കൻഡ്സ് കൊടുത്തു. ഓക്കെ, അപ്പൊ 35 കൊടുത്തു. അതെ. ജഡ്ജസ് ഇനി നിങ്ങൾക്കാണ് ചാൻസ്. അയ്യോ, നന്ദി ആരോടു ഞാൻ നിങ്ങൾക്കാണ് ചൊല്ലേണ്ടു. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. ആ സാർ പാടും സാർ. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. ഇത്ര പ്രാവശ്യം പറയുന്നു. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. സാരമില്ല, സൂപ്പർ. അപ്പൊ ജഡ്ജസ് ആ പോയിന്റ് കൊണ്ടുപോയിരിക്കുകയാണ്. ജഡ്ജസിന് 1 പോയിന്റ്. ഓക്കെ, അപ്പൊ അവിടുന്ന് പോയി. ഇനി അവിടുന്ന് പോയി. മൂന്നാമത്തെ നോക്ക് നോക്ക് നോക്ക്.
ഓക്കെ ഓക്കെ അതെ, അതെ, അതെ. എന്നാലും നമുക്ക് അതൊന്ന് കേൾക്കാം. ഓക്കെ കീർത്തി പറയും. നീയാം തണലിന് താഴെ. ഓക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. Let's check. ലെറ്റ്സ് ചെക്ക്. വെരി ഗുഡ്. ഗേൾസ് ടീം 2 points and boys team 1 point. എടേ എന്തോന്നടാ കട്ടക്ക് പിടിക്കടാ. എന്റെ ഉടുപ്പും പോയി. തിരിച്ചു മേടിക്കാം. 5th song. പപ്പാ രണ്ടുപേരും നോക്കി. കീർത്തിയാണ് ആദ്യം. ഓക്കെ 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 ഏനുണ്ടോടി അമ്പിളിച്ചന്തം. ഓക്കെ ഓക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗേൾസ് ഗുഡ്. ടീം 3 points. ഗേൾസ് ടീം ആണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ നോക്കാം. ഒരു സോങ് കൂടെ കൊടുക്കാം. ഓക്കെ ഓക്കെ കടലോളം അതാ പൊക്കി. ഓക്കെടാ പൊക്കിടാ. എടാ പൊക്കിടാ. കീർത്തി ഫയറാണ്. പാട്ട് മറന്നുപോയി. പെട്ടെന്ന് കണ്ണേ ആരാരോ കണിയേ ആരാരോ നിനവേ. ഓക്കെ ഒന്ന് നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. വാ 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 വാ. അപ്പൊ ക്യാപ്റ്റൻ കറക്റ്റ് ആളെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ക്യാപ്റ്റന് വലിയ വിവരമില്ലെങ്കിലും ടീം ജയിച്ചിരിക്കുന്നു. ഈ 2 പാട്ട് അറിയായിരുന്നു. അതൊരു ഡിസ്കസ് ചെയ്തു. പാറു എന്താ ആമ്പിള്ളേര് തോറ്റ് തുന്നം പാടിയെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. ശരിയല്ല, പക്ഷെ കൈ പൊക്കണായിരുന്നു കറക്റ്റ്. അതൊക്കെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ എടുക്കണം. എന്തായാലും പെൺകുട്ടികളെ കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഓക്കെ അപ്പൊ എത്ര 4 points നിങ്ങൾക്ക് അല്ലേ? 4 points നേടി ഗേൾസ് ടീം വിജയിച്ചിരിക്കുകയാണ് ഈ മ്യൂസിക്കൽ ഗെയിമിൽ. ഓക്കെ അപ്പൊ എന്തായാലും ജയിച്ചവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഡെവൻ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട് ഗേൾസ് ടീമിന്. ഓക്കെ അപ്പൊ ഈ ഒരു ഗെയിമിൽ ജയിച്ച ഗേൾസ് ടീമിന് ഈ ഡെവൻ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ബോയ്സ് ടീം കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൊടുക്കൂ. അങ്ങനെയെങ്കിലും നീ കരഞ്ഞോണ്ട് കൊടുക്കൂ, കരഞ്ഞോണ്ട് വിഷമിച്ച്. തിരിച്ചെടുത്തോളാം. ക്യാപ്റ്റൻ അപ്പൊ അടുത്ത തവണ ഇനി ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ ഞാനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ശരിയാക്കാം. പറയില്ല. ഇല്ല ഞാൻ ചാർജ് എടുത്തിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓക്കെ ഭരണം തീരുന്നതിന് മുമ്പ് ഒന്ന് ജയിച്ച് കാണിക്കണം. സമയം ഒരുപാട് എടുക്കരുത്. ഓക്കെ അപ്പൊ താങ്ക് യു ഗൈസ്. ജഡ്ജസ് നമുക്ക് വീണ്ടും പാട്ട് മത്സരത്തിലേക്ക് തിരിച്ചു വരാം. ലാസ്റ്റ് ഒരു പെപ്പി നമ്പർ. ഗേൾസ് ജയിച്ച സ്ഥിതിക്ക് നമുക്കൊരു പെപ്പി നമ്പർ ആയിക്കോട്ടെ. അതൊരു പെൺകുട്ടി ആയിക്കോട്ടെ. ഓ ഫാന്റാസ്റ്റിക്. ലെറ്റ്സ് വെൽക്കം സ്നേഹ. സ്വീറ്റ്, സോ സ്വീറ്റ്. സ്നേഹ ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. സ്നേഹ ഡാൻസ് ഒക്കെ കളിച്ചു. ഇത്തിരിയൊക്കെ പക്ഷെ കളിക്കുമ്പോ മൊത്തം ജഡ്ജസിനെ നോക്കുന്നേന്ന്. അതെന്തായിരുന്നു അവിടെ നോക്കി കളിച്ചേ? ചുമ്മാ അങ്ങനെ എന്തോ അവരാരെങ്കിലും എണീറ്റ് ഓടുന്നുണ്ടോ? നന്നായിരുന്നു സ്നേഹ. ശരത്തേട്ടനെ നോക്കിയിട്ട് ഇനിയും വരാത്തത് ഞാൻ നോക്കുമ്പോ സ്റ്റെപ്പൊക്കെ ഇടുന്നത്, പക്ഷെ മൊത്തം ജഡ്ജസിനെ നോക്കിയാ കളിക്കുന്നയാള്. അയ്യോ സ്നേഹ പാടിയതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് ഡാൻസാണ്. ടു ബി വെരി ഫ്രാങ്ക്, നന്നായിട്ടുണ്ട്. വെരി നൈസ്. നല്ല ഔട്ട്ഫിറ്റും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചോദിക്കാം അപ്പൊ ശരത് സർ, തുമ്പി ഇതിന്റെ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാ കേക്കട്ടെ. ക്രോണിക് ബാച്ചലർ എന്ന് പറഞ്ഞ മൂവിയിൽ നിന്നാണ് ഈ സോങ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവ് സർ ആണ്. പിന്നെ സിംഗേഴ്സ് MG ശ്രീകുമാർ സർ, ചിത്ര അയ്യർ. ഓക്കെ. പിന്നെ ലിറിക്സ് എഴുതിയത് കൈതപ്രം സർ. നൈസ്. അപ്പൊ നല്ലൊരു ഗുമ്മുള്ള പാട്ട്. ആ സ്നേഹ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു. അത് കേൾക്കാനും വളരെ പെർഫെക്റ്റ് ആയിട്ട് അല്ലറച്ചില്ല, അത് വിട്ടേക്കാം. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ആ അനുപല്ലവി ഈ ഫസ്റ്റ് ചരണം കഴിഞ്ഞിട്ട് വരുന്ന ആ തുണ്ടുപല്ലവിയിലേക്കുള്ള കണക്റ്റൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചരണത്തിൽ അതൊക്കെ പോയി പൊക്കോട്ടെ. ഡാൻസ് അതിമനോഹരം. അല്ലെ ഡാൻസ് ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ. അതാ ഞാൻ ചോദിച്ചത്. ഡാൻസ് ചേച്ചി സ്നേഹ നല്ലൊരു സുന്ദരി, ഒരു ഡോള് പോലെ ഉണ്ട് കാണാൻ ഈ ഉടുപ്പില്. അതെ, നല്ല നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാൻ. നല്ല ചിരിച്ച് ആ ഡാൻസൊക്കെ നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്തു. ബ്യൂട്ടിഫുൾ.
പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. കാരണം സ്റ്റേജിലൊക്കെ എപ്പോഴും പാടുമ്പോഴും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു പാട്ടാണ്. മോൾ എങ്ങനെ ഇത് ഒറ്റയ്ക്ക് നിന്ന് പാടി ഫലിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഒരു പെർട്ടിക്കുലർലി ഒരു ഡ്യൂവറ്റ് ആകുമ്പോൾ ഈ പാട്ടിനകത്ത് നമ്മുടെ ശ്രീകുമാർ സാറിൻ്റെ വോയിസ് എന്ന് പറയുന്നത് ഭയങ്കര മാജിക്കലാണ്. അപ്പോൾ ശരിക്കും ആ ഡ്യൂവറ്റ് പോലെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു മാജിക്ക് കൂടുതൽ വരുന്നത്. പക്ഷെ മോള് പാടിയപ്പോൾ രസമുണ്ടായിരുന്നു. രണ്ടും മാനേജ് ചെയ്ത് നല്ല ഭംഗിയായിട്ട്. എനിക്ക് അല്ലെങ്കിലേ സ്നേഹയുടെ വോയിസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു ക്യൂട്ട് വോയിസ്, യുണീക്ക് വോയിസ്. അപ്പോൾ ഈ ഒരു വോയിസ് വെച്ച് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അപ്പം മോൾ ഈ ഒരു പാട്ട് ഭംഗിയായിട്ട് പാടി. എനിക്ക് നേരത്തെ ഈ ഡാൻസ് ചെയ്തതിൻ്റെ ഈ ഡ്യുവറ്റ് എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് പാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകളിൽ വന്ന് ചെറിയ ശ്രുതി പ്രശ്നങ്ങളാണ് ഫീൽ ചെയ്തത്. അല്ലാതെ മോള് മനോഹരമായിട്ട് പാടി. ആ വോയിസ് ശരിക്കും എൻ്റെ ഹൃദയം കീഴടക്കി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക. സ്നേഹ യെസ് സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. കോറസ് അടിപൊളിയായിരുന്നു കേട്ടോ. കോറസ് കലക്കി, നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഹാർമണീസിന്റെ ആ ഒരു സിങ്കും പരിപാടികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് കത്തിയിട്ടില്ല. കോറസ് ഞാൻ പാടിയ ഞാൻ ബുൾസൈ നൂഡിൽസ്. ഹന എവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു ഹന? അല്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എണീറ്റ് നന്ദി പറയാൻ വേണ്ടി എണീറ്റ് ഇങ്ങനെ ആയതാ. അല്ല ഞാൻ ഞെട്ടിയതല്ല. നന്ദി പറയാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങനല്ല, എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു. അതല്ലേ ശ്രമം വിഫലമായി അല്ലേ? അതല്ലേ സംഭവിച്ചത്? അതാണ്. അതാണ് ഹന്നയുടെ ഒരു റീൽ ഇപ്പോൾ വളരെ വൈറലായിട്ട് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. ആണോ? വൈറലാണോ ഇപ്പോ? ഇവിടെ വന്നതിന് ശേഷം ഇട്ടിട്ടുള്ള എല്ലാം മില്യൺ അടിച്ചു. എന്നിട്ട് എന്ത് പറയുന്നു പുറത്തുള്ള ആൾക്കാർ? ഇപ്പൊ ഇറങ്ങിയത് മറ്റേ ന്യൂഡിൽസിന്റെയും ബുൾസൈഡയാ. അപ്പൊ അതിനകത്ത് ഷാനിക്ക പറയുന്നുണ്ട് എനിക്ക് ഒരു അനിയൻ കൂടെ ഉണ്ടായിരുന്നേല് കെട്ടിച്ചെന്നേനെ. അപ്പം ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുന്ന ഭാഗ്യം അങ്ങനൊരു അനിയനില്ല, ഭാഗ്യം സോറി അങ്ങനെ മൂന്നാമതൊരു അനിയൻ ഇപ്പൊ പറയുന്നുണ്ടായിരിക്കും ഭാഗ്യം ഭൂമിയിലേക്ക് വരാനേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അതെ ചിലപ്പോ എന്റെ ഉമ്മയും അത് പറയുന്നുണ്ടാവും. മോളെ എനിക്ക് ഒരു പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കടവിൽ നിൽക്കുകയാണ് ഇന്ന് ഓളവും ആണോ ആളവുമാണോ? ഓളവും അല്ലേ? എല്ലാ ആളവും എന്നാ കേട്ടത്. താങ്ക് യു മോളെ. മോളെ നന്നായിട്ട് തന്നെ പാടി. നല്ല പെപ്പി ആയിട്ടുള്ള സോങ് സെലക്ഷൻ തന്നെയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സർ. സ്നേഹ 9 മാർക്സ്. ഷാനിക 8.9. താങ്ക് യു ഷാനിക. ചേച്ചി. വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സമ്മാനം, ഒരു മാർക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ട് പൊതിഞ്ഞിട്ട് എന്താ ഈ ഗാനക്കുടത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാം. സോ ടോട്ടൽ 17.9. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ടോപ്പ് മാർക്ക് ആർക്കാണെന്ന് നമുക്ക് അറിയണ്ടേ? ശരത് സാറിന്റെയും ഷാനിക്കയുടെയും മാർക്ക് ബേസ് ചെയ്തിട്ട് ഈ എപ്പിസോഡിൽ ആദ്യമായി 2 പേർക്കാണ് മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരേ മാർക്ക് നമ്മുടെ സ്നേഹയ്ക്കും അനഘയ്ക്കും. Come on. അപ്പൊ 2 പേർക്കും ഡെവൻ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. അങ്ങനെ വീണ്ടും പെൺകുട്ടികൾ വിജയിച്ചിരിക്കുന്നു. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കൊടുക്കിട്ട് വലിക്കല്ല പിടിക്ക് പെണ്ണെ. നീ ഇങ്ങോട്ട് ജീവിക്കായിരുന്നല്ലോ, അഭിനയിക്കാണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. അഭിനയിച്ചതാ ശരിക്കും, അഭിനയിച്ചതാ. ആണോ ഷാനിക? എനിക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നിയില്ല.